ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുവാനാകട്ടെ. ഒളിമ്പസിന്റെ തിയോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ 6ാമത്തെ ഭാഗം നമ്മളിന്ന് സംസാരിക്കുന്നത് വ്യക്തി സമൂഹങ്ങളും ഗോത്ര സമൂഹങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചാണ്. നമ്മൾ ഒരു സുസ്ഥിര ജീവന സമൂഹം ഉണ്ടാകാൻ നമുക്ക് ഈ ഒരു പൊതുവിശ്വാസ വ്യവസ്ഥ ഉണ്ടാകണമെന്നും അത് ട്രൈബിലാണ്, ഒരു ഗോത്ര സംവിധാനത്തിലാണ് അത് നല്ലപോലെ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ സംസാരിച്ചതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്താണ് ഈ ട്രൈബൽ സൊസൈറ്റിക്ക് മറ്റ് സാധാരണ സമൂഹങ്ങളെക്കാളും കൂടുതൽ എന്താണ് ഉണ്ടാവുക, പൊതുവിശ്വാസ വ്യവസ്ഥയിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് പരിശോധിക്കാം. അത് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ട്രൈബൽ സൊസൈറ്റീസ് ഓഫ് യൂണിറ്റി while individualistic societies lead to social fragmentation. വ്യക്തി ഗോത്ര സമൂഹങ്ങളുടെ വ്യത്യാസങ്ങൾ. വ്യക്തിയാധിഷ്ഠിത സമൂഹവും ഗോത്രാധിഷ്ഠിത സമൂഹവും തമ്മിൽ സാരമായ അന്തരങ്ങൾ കാണുവാനാകും. വ്യക്തിഗത സമൂഹത്തിൽ പൊതുവായ വംശവേരുകളും വാസസ്ഥലങ്ങളും വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും വാണിജ്യ വിഭവങ്ങളും നിയമവും ശവപ്പറമ്പും വരെ പൊതുവായിരിക്കുമ്പോൾ സ്വത്തും വിഭവങ്ങളും വിശ്വാസങ്ങളും അറിവും വീക്ഷണവും അഭികേന്ദ്രത്വവും ഉദ്ദേശ്യവും ശൈലികളും വ്യത്യസ്തമാകും. ഗോത്ര സമൂഹങ്ങളിൽ വിശ്വാസവും അറിവും ജ്ഞാനവും പാരമ്പര്യാധിഷ്ഠിതമായതിനാൽ പൊതുവായിരിക്കും. ജീവിത ഇടങ്ങളും വിഭവങ്ങളും ഉൽപാദനങ്ങളും ഉൽപ്പന്നങ്ങളും പൊതുവായവ തന്നെ ആയിരിക്കും. കൂടാതെ അഭികേന്ദ്രത്വവും പ്രത്യാശകളും പ്രവർത്തനങ്ങളും പൊതുവായിരിക്കും. കലാരൂപങ്ങളും നിർമ്മാണങ്ങളും ആചരണങ്ങളും പൊതുവായവ തന്നെ. അവിടെ വ്യക്തിഗത നിലകളിലും സ്ഥാനങ്ങളിലും ആത്മാവിഷ്കാരങ്ങളിലും തപസ്സിലും മാത്രമായിരിക്കും വ്യതിരിക്തതകൾ ഉണ്ടാവുക. ഒരു സുസ്ഥിര വ്യവസ്ഥയുടെ ഘടകങ്ങൾക്കിടയിൽ പൊതു സ്വഭാവങ്ങൾ കൂടുമ്പോൾ സമൂഹ ഭദ്രതയും വിഭിന്നതകൾ കൂടുമ്പോൾ ഛിദ്രതയും ഉണ്ടാകും. ഇങ്ങനെ പൊതുവായത് അധികവും വിഭിന്നതകൾ കുറഞ്ഞതുമായ ഗോത്ര സമൂഹത്തിലാണ്, അതിന്റെ ജൈവതയ്ക്കാണ്, പൊതുമാനസത്തിനാണ് ജീവിത സുസ്ഥിരത ഉണ്ടാവുക. അപ്പോ ഇതാണ് ട്രൈബൽ സൊസൈറ്റീസിന്റെ പ്രത്യേകതയായിട്ട് നമ്മളിവിടെ പറയുന്നത്. വ്യക്തിയാധിഷ്ഠിത സമൂഹവും ഗോത്രാധിഷ്ഠിത സമൂഹവും രണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടായതാണ്. അതായത് മനുഷ്യന്റെ ആ കേവലാവസ്ഥ നഷ്ടപ്പെടുത്തുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു കാലത്ത്, വനങ്ങളിൽ താമസിച്ചിരുന്ന കാലത്താണ് ഈ ഗോത്ര വ്യവസ്ഥ അതിന്റെ ശരിയായ രൂപത്തിൽ നിലകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ആ കേവലാവസ്ഥയാണ് പ്രാഥമികമായിട്ട് പരിഗണിക്കേണ്ടത്. പിന്നീട് ഗോത്രം എന്ന പേര് പല രൂപങ്ങളിൽ തുടർന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അവൻ നാട്ടിലേക്ക് ഇറങ്ങിയതോടുകൂടി, നടിയിലുള്ള നാട്ടിലേക്ക് ഇറങ്ങിയതോടുകൂടി, ഗ്രാമ്യവ്യവസ്ഥയിലേക്ക് കയറിയതോടുകൂടി, പിന്നീട് ജീവിച്ച് നഗരങ്ങളിലേക്ക് ചേക്കേറിയതോടുകൂടി ഈ ഗോത്രം എന്നുള്ള വിളിപ്പേര് നിലനിർത്തുന്നുണ്ടെങ്കിൽ പോലും, ഇപ്പൊ ജാതി വ്യവസ്ഥയിലൊക്കെ ഗോത്ര എന്നുള്ള പേര് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നുമൊക്കെ അതായത് യഥാർത്ഥ ഗോത്രത്തിന്റെ ആ സ്വഭാവത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറിപ്പോയെങ്കിലും ഇപ്പോഴും ജാതി വ്യവസ്ഥയോ മതവ്യവസ്ഥയോ ഒക്കെ വേരിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ആ സമൂഹത്തിന്റെ സംസ്കാരത്തെ അവിടെ തന്നെ ആക്കി നിർത്തുന്നത്, അത് പല ഷാമനിക് സമൂഹങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആക്കി നിർത്തുന്നത് കൊണ്ടാണ് ഇവിടെ ഇപ്പോഴും സമൂഹ ഛിദ്രത എന്നുള്ള അവസ്ഥ പൂർണ്ണമാകാതെ നിൽക്കുന്നത്. ഛിദ്രത വന്നു തുടങ്ങിയിട്ടില്ലെന്ന് ചോദിച്ചാൽ നല്ലപോലെ വന്നു തുടങ്ങി. പക്ഷേ എന്നിട്ടും ഇത് നഷ്ടപ്പെടാതെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഈ വ്യത്യാസം നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക, നമ്മൾ എവിടെയെല്ലാമാണ് അത് കാണാൻ കഴിയുക എന്നുള്ളത് പരിശോധിക്കുമ്പോൾ, വ്യക്തിഗത സമൂഹത്തിൽ പൊതുവായ വംശവേരുകളും വാസസ്ഥലങ്ങളും വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും വാണിജ്യ വിഭവങ്ങളും നിയമവും ശവപ്പറമ്പും വരെ പൊതുവായിരിക്കും. അതായത് വ്യക്തിഗത സമൂഹം എന്ന് വെച്ചാൽ വ്യക്തിയാണ് ഇവിടെ പ്രാധാന്യമുള്ളത്, വ്യക്തിക്കാണ് പ്രാധാന്യം, ഗോത്രത്തിനല്ല. അപ്പോ വ്യക്തി എന്നുള്ളതിലേക്ക് പ്രാധാന്യം വരുന്നത് വ്യക്തിഗത സ്വത്ത്, വ്യക്തിഗത ഇഷ്ടങ്ങൾ എന്നുള്ളതൊക്കെയാണ്. ഈ രാജാവ് എന്ന് പറയുന്നത് പോലും ആ വ്യക്തിഗത ആ സ്വകാര്യത സൂക്ഷിക്കുന്ന ഒന്നാണ്. ഭരണകർത്താവ് എന്ന് പറയുന്നതെല്ലാം അങ്ങനെ തന്നെയാണ്. ഗോത്രങ്ങളിൽ ഭരണകർത്താക്കന്മാരുണ്ട്, പക്ഷെ ഭരണകർത്താവ് എന്ന് പറയുന്നത് അവിടെ മൂപ്പനാണ്, മുതിർന്ന ആളാണ്, കാര്യവിവരമുള്ള ഒരാളാണ്, അനുഭവ സമ്പത്തുള്ള ഒരാളാണ്, കാര്യങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള മനോഭാഗമുള്ളവരാണ്. അപ്പോ
അവരുടെ നിയന്ത്രണമല്ല. വ്യക്തിഗതം എന്ന് പറയുമ്പോൾ ഇവിടെ സ്വകാര്യമായ താല്പര്യങ്ങൾക്കാണ് പ്രസക്തി. ആ വ്യക്തിഗത സമൂഹത്തിൽ പൊതുവായ വംശവേരുകൾ ഉണ്ടാവും. ഇവരുടെയൊക്കെ റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ ഒന്നിൽ നിന്നും വന്നു തന്നെയായിരിക്കും. വ്യത്യസ്തരാണെന്ന് പറയുമ്പോൾ പോലും ഇവരുടെ റൂട്ട് നോക്കിയാൽ ഒന്ന് തന്നെയായിരിക്കും. വാസസ്ഥലങ്ങൾ, ഇപ്പോ എന്താ പറയാ, നാട്ടിലെ ആ വാസസ്ഥലം എന്ന് പറയുന്നത് നിന്റേത് എന്റേത് എന്നുള്ളത് വേർതിരിവുണ്ടെങ്കിൽ പോലും ആ വാസസ്ഥലം എന്നുള്ളത് ആ പൊതുവായ സ്ഥലം തന്നെയായിരിക്കും. വിദ്യാലയങ്ങൾ എല്ലായിടത്തുനിന്നും സ്റ്റാൻഡർഡൈസേഷന്റെ ഭാഗമായിട്ട് പൊതുവായിട്ടുള്ള വിദ്യ പഠിപ്പിക്കുന്ന ഒരവസ്ഥയായിരിക്കും. ആരാധനാലയങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും. എല്ലാവരും ആരാധിക്കാനായിട്ട് ഒരു സ്ഥലത്ത് കൂടുന്നത് പോലെയുള്ള ഒരവസ്ഥയായിരിക്കും. വാണിജ്യ വിഭവങ്ങൾ വിൽപ്പനയ്ക്കായിട്ടുള്ളത്, ഇപ്പൊ പ്രകൃതി വിഭവങ്ങൾ, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന കാര്യത്തിൽ ആ പൊതുവായ സ്വഭാവം അവിടെ നമ്മൾ നിലനിർത്തും. നിയമം പൊതുവായതായിരിക്കും. ശവപ്പറമ്പും പൊതുവായത് തന്നെ. ജാതി വ്യവസ്ഥ പല വേർതിരിവുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിഗത സമൂഹത്തിൽ ശവപ്പറമ്പും ഒക്കെ പൊതുവായതാണ്. കാരണം അവർക്കെല്ലാം തന്നെ ഈ ആധാറിൽ നൽകുന്നത് പോലെ ഒരു നമ്പറാണ്. ഈ മറ്റേ പണ്ട് ഒരു കവി പറഞ്ഞിട്ടുണ്ടല്ലോ, അൺനോൺ സിറ്റിസൺ എന്നുള്ളൊരു അവസ്ഥ. ആ അവസ്ഥയിൽ കൊണ്ടു നിർത്താൻ പാകത്തിലാണ് വെറും കേവല നമ്പറുകൾ മാത്രമായിട്ടാണ് സൊസൈറ്റി അല്ലെങ്കിൽ അതോറിറ്റേറിയൻസ് അതിനെ എടുക്കുന്നതെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അവന്റെ സ്വകാര്യ സ്വത്ത് ഒക്കെ സംഭരിച്ചുകൊണ്ട് നിർത്താൻ ഉള്ള ഒരവസ്ഥ ശ്രമിക്കുന്ന സമയത്ത് ഇവരെ എല്ലാം പൊതുവാക്കി വെച്ചിരിക്കുന്നു. ശവപ്പറമ്പ് മുതൽ നിയമം മുതലുള്ള വിഭവങ്ങൾ ഒക്കെ, വിഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതു തരത്തിലാണ്, വാണിജ്യ വിഭവങ്ങളൊക്കെ തന്നെ പൊതുവാക്കി വെച്ചിരിക്കുന്നു. അതേസമയം സ്വത്ത്, സ്വകാര്യ സ്വത്ത് എന്നുള്ളത് അവിടെ അനുഭവിക്കുന്നു. സ്വകാര്യ സ്വത്ത് എന്നുള്ളത് അതോറിറ്റേറിയൻസ് അവരുടെ ആ സ്വത്ത് എന്നുള്ള കോൺസെപ്റ്റിനെ നിലനിർത്തണമെങ്കിൽ ഇവിടെ പ്രാദേശികമായിട്ടുള്ള സ്വത്ത് നിലനിർത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ആ സ്വകാര്യ സ്വത്തിനെ അവിടെ നിലനിർത്തുന്നു. വിശ്വാസങ്ങൾ, ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ്. ഓരോരുത്തർക്കും ഓരോ വഴിക്ക് ചിന്തിക്കാം. ആ വഴിക്കുള്ള വിശ്വാസങ്ങളാണുള്ളത്. അറിവ് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടാണ് അറിയുന്നത്. ഓരോരുത്തരും അവരവരുടെ വഴിക്ക് അറിഞ്ഞറിഞ്ഞു പോകുന്നു. പിന്നെ വീക്ഷണങ്ങൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങളായിരിക്കും. എല്ലാം വ്യത്യസ്തമായിരിക്കും. അഭികേന്ദ്രത്വം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ മറ്റു ജീവിതോദ്ദേശമാണ് ഉണ്ടാവുക. ആ ജീവിതോദ്ദേശത്തിനനുസരിച്ചുള്ള ഓരോ തരം കേന്ദ്രങ്ങളാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ജ്ഞാനം, ഈ ഈ അഭികേന്ദ്രത്വം ഉദ്ദേശ്യം, അതുപോലെ ശൈലികൾ, ഓരോരുത്തരും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതികൾ കമ്മ്യൂണിറ്റി ആയിട്ട് ചേർന്നിട്ടല്ല ചെയ്യുന്നത്. എല്ലാവരും അവനവന്റെ പ്രൈവറ്റ് സ്പേസിലാണ് അവന്റെ ജീവിതത്തിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാമാണ് വ്യത്യസ്തമായിട്ടുണ്ടാവുക. അപ്പോ പൊതുവായിട്ടുണ്ടാവുന്നത് ഈ കോമൺ പ്രോപ്പർട്ടി എന്നുള്ള രൂപത്തിൽ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സേഫ് സോൺ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കും. പക്ഷെ നമ്മൾ അവിടെ ആ പൊതുവായതെന്ന് പറയുന്നത് ഈ മറ്റേ വേരുകൾ, നമ്മുടെ റൂട്ട് എന്താണെന്നുള്ളത് അത് പൊതുവായതാണെന്ന് പറയും. വസിക്കുന്ന സ്ഥലം പൊതുവായത് പറയും. അപ്പൊ അങ്ങനെയുള്ള കോമൺ യൂട്ടിലിറ്റിക്കുള്ള കുറച്ച് കാര്യങ്ങൾ പൊതുവായത് എന്ന് പറയുകയും ബാക്കിയുള്ളത് മുഴുവൻ സ്വകാര്യമായി സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ വ്യക്തിഗത സമൂഹങ്ങൾ ഉണ്ടാവുന്നത്. ഗോത്ര സമൂഹങ്ങളിൽ വിശ്വാസവും അറിവുജ്ഞാനവും പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ്. പരമ്പരയിൽ നിന്നും കിട്ടുന്ന വിശ്വാസമാണ്, അല്ലാതെ പുറത്തുനിന്നും കിട്ടുന്ന വിശ്വാസമല്ല. ആരെങ്കിലും പറഞ്ഞു കിട്ടുന്ന വിശ്വാസമല്ല. ജന്മം കൊണ്ട് ജനിച്ച് അനുഭവിച്ചു വരുന്ന ഒന്നാണ്. ജനിക്കുമ്പോൾ മുതൽ തന്റെ ചുറ്റുപാടുമുള്ള ആളുകൾ ചെയ്യുന്നത് കണ്ട് ബോധ്യപ്പെട്ടു വരുന്നതാണ്. ഈ ചുറ്റുപാടിനെ ഡൈവേർട്ട് ചെയ്യുന്നില്ല. ചുറ്റുപാടിന് എന്നുള്ളത് ഒരു കോമൺ ബിലീഫ് സിസ്റ്റത്തെ പാരമ്പര്യമായിട്ട് പിന്തുടരുന്നതാണ്. അതിൽ നിന്നുള്ള ജ്ഞാനമാണ് ഉണ്ടാവുക. അതിൽ നിന്നുള്ള അറിവുകൾ, അതിനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ജ്ഞാനം, ഇതാണ് പാരമ്പര്യ അധിഷ്ഠിതമായിട്ടുണ്ടാവുക. ഇത് പൊതുവായിട്ടായിരിക്കും എല്ലാവർക്കും. അതുകൊണ്ട് ഒരു ട്രൈബിലെ എല്ലാവർക്കും ഇത് ഏതാണ്ട് പൊതുവായിട്ടതായിരിക്കും. ജീവിക്കുന്ന സ്പേസ് എന്നുള്ളത് പൊതുവായതായിരിക്കും. അവിടെ പ്രൈവറ്റ് സ്പേസ് എന്നുള്ള മറ്റേ സമൂഹത്തില്, അതായത് വ്യക്തിഗത സമൂഹത്തില് ഒരു ഗ്രാമം ഉണ്ടെന്നിരിക്കട്ടെ, ആ ഗ്രാമം പൊതുവായതാണ് എന്ന രീതിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. ആ പൊതുവായത് എന്നുള്ള രീതിയിൽ പ്രഖ്യാപിച്ചത് കൊണ്ട് പൊതുവായതും അതിനകത്ത് പ്രൈവറ്റ് സ്പേസ് ഉണ്ടാകുന്നതുമായിരിക്കും. ഇവിടെ ആ ജീവിക്കുന്ന ഇടങ്ങളെല്ലാം തന്നെ പൊതുവായതായിരിക്കും. അതേസമയം അവരവിടെ തിരിക്കുകയാണെങ്കിൽ ആ ഇടം വേറൊരാൾ വന്ന് ഒഴിപ്പിക്കില്ല. കാരണം പൊതുവായതിന്റെ നിയമനിഷ്കർഷ അവിടെയില്ല. ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാം പൊതുവാണ്. എല്ലാം പൊതുവായിരിക്കുമ്പോൾ ഒരാൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അയാളെ വേറൊരാൾ ഒഴിപ്പിക്കാൻ വരില്ല. കാരണം അയാൾ ഇരിക്കുന്നിടത്തോളം അയാൾക്കത് സ്വകാര്യമായിട്ട് ഉള്ളതാണ്. അവിടെ ആ പൊതുവായതൊന്നും ഉണ്ടാവില്ല. അവിടെ ഒഴിഞ്ഞു കൊടുക്കുക എന്നുള്ളത് അയാളുടെ ദൗത്യമായിട്ടാണ് വരുന്നത്. ഇവിടെ മൂല്യങ്ങൾക്ക് വല്ലാതെ പ്രാധാന്യം വരുന്നത്.
അതുപോലെ വിഭവങ്ങൾ പൊതുവായതായിരിക്കും. അവിടെയുള്ള വിഭവങ്ങൾ എല്ലാവരുടെയും കൂടിയായിരിക്കും. ഉൽപാദനം സമൂഹത്തിന് വേണ്ടിയായിരിക്കും. സ്വകാര്യമായിട്ടുള്ള ഉൽപാദനം അവിടെ ഉണ്ടാവില്ല. ഉൽപ്പന്നങ്ങളും അതുകൊണ്ട് തന്നെ സ്വകാര്യ ഉൽപ്പന്നങ്ങളില്ല, എല്ലാം കോമൺ ആയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പൊതുവായ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള ഉൽപാദനം വേണ്ടില്ല, സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഉൽപാദനം ഉണ്ടാകാത്ത സ്ഥിതിക്ക് ഉൽപാദനത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ അഭികേന്ദ്രത്വം എന്നുള്ളത്, നമ്മൾ ആ കേന്ദ്രത്തോട് ചേർന്ന് പോകാനുള്ള ഒരവസ്ഥ എന്നുള്ളത്, ആ ഏത് കേന്ദ്രമാണ് അത്, ഒരു ഗോത്രത്തിന് ഒരു കേന്ദ്രമാണ് ഉണ്ടാവുക, 10-30 കേന്ദ്രം ഉണ്ടാവില്ല, ഒരു കേന്ദ്രമാണ് ഉണ്ടാവുക. ആ കേന്ദ്രങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ഗോത്രത്തിന്റെ എണ്ണം കൂടും, ഗോത്രം വിഭജിച്ച് സ്പ്ലിറ്റ് ആയി. അതുകൊണ്ട് തന്നെ ആ ഒരു കേന്ദ്രമായിരിക്കും ഉണ്ടാവുക. അവിടെ പ്രത്യാശകൾ, ഈ ഒരു കേന്ദ്രം ഉണ്ടാകുന്ന ഒരു വ്യവസ്ഥയ്ക്ക് അതിന്റെ പ്രത്യാശ, ഭാവിയെ തീരുമാനിക്കുന്ന പ്രത്യാശ എന്ന് പറയുന്നതും ഒന്ന് തന്നെയായിരിക്കും. ഇവയെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പൊതുവായിരിക്കും. അതുപോലെ തന്നെ ആ ട്രൈബിനും ഉണ്ടാവുന്ന കലാരൂപങ്ങൾ എന്ന് പറയുന്നത് വ്യക്തിഗത കലാരൂപങ്ങളായിരിക്കില്ല ഉണ്ടാവുക, അത് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള കലാരൂപങ്ങളായിരിക്കും. നിർമ്മാണങ്ങളും ആചരണങ്ങളും ഒക്കെ, ഇപ്പോ വീടിന്റെ നിർമ്മാണം അത് പൊതുവായതായിരിക്കും, ആചരണങ്ങൾ അത് പൊതുവായതായിരിക്കും. ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള നിഷ്ഠകൾ, സാധനങ്ങളെക്കാളും കൂടുതൽ ആചരണങ്ങൾ പൊതുവായതായിരിക്കും. അവിടെ വ്യക്തിഗത നിലകളിലും സ്ഥാനങ്ങളിലും ആത്മാവിഷ്കാരത്തിലും തപസ്സിലും മാത്രമായിരിക്കും വ്യതിരിക്തതകൾ ഉണ്ടാവുക. ആളുകൾ തമ്മിൽ ഡിഫർ ചെയ്യുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് വ്യക്തിഗത നില. ഞാനായിരിക്കുന്നു, ആ ഞാനായിരിക്കുന്നു എന്നുള്ളതിനെ വേറൊരാൾ ചോദ്യം ചെയ്യാൻ വരുന്നില്ല അവിടെ. മറ്റെവിടെ ഞാനായിരിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അപ്പുറത്തെ നിയമം പറഞ്ഞിട്ടുണ്ട്, പൊതുസമൂഹം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാനായിരിക്കാം. ഈ ഞാൻ വരച്ച വരയിൽ അവൾ നിൽക്കുമ്പോൾ എവിടെ വരയ്ക്കണം എന്ന് അവൾ പറയുന്നു പറഞ്ഞതുപോലെ നിയമം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് എന്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാം എന്നുള്ള ഒരു വൃഥാഭിമാനത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആർക്കും അവരായിരിക്കാം, അത് വേറൊരാൾ ചോദ്യം ചെയ്യില്ല. പക്ഷെ അവരങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം സമൂഹത്തിന്റെ ഒരു പൊതു മാനദണ്ഡത്തോടുള്ള അഭികേന്ദ്രത്വം കൊണ്ട് സ്വയം ഉള്ളിലുണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവ തമ്മിൽ ഈ വ്യത്യസ്തതകൾ ഉണ്ട്, വ്യത്യസ്തതകൾക്ക് അർഹതയുണ്ട്, സാഹചര്യമുണ്ട് എങ്കിൽ പോലും ഈ വ്യത്യസ്തത വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ സ്ഥാനങ്ങൾ, അവനവൻ നിൽക്കുന്ന ഫിസിക്കൽ സ്പേസ്, ആ സ്പേസ് എന്നുള്ളത് സ്വകാര്യം തന്നെ. നിൽക്കുന്നിടത്തോളം, നിന്നിടത്തുനിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതാണ് സ്വകാര്യം. അപ്പൊ ഇങ്ങനെയാണ് അതിൽ വ്യത്യസ്തതയുണ്ട്. അപ്പോൾ ഞാൻ നിൽക്കുന്നിടത്ത് വേറെ ആൾക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പൊ അതിന്റെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ആ ഡിസ്പ്ലേസ്മെന്റിന്റെ അളവെന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ് അല്ല, ടെമ്പറൽ ആണ്, മൊമെന്ററി ആണ്, ആ സമയത്ത് നിശ്ചയിക്കുന്നതാണ്. പക്ഷെ അതിനകത്തേക്ക് വേറൊരാൾ കടന്നു കയറുക എന്നുള്ളത് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആത്മാവിഷ്കാരം എന്നുള്ളത്, ഇപ്പോ ഒരു ക്രിയേറ്റീവ് വർക്കാണെന്നിരിക്കട്ടെ, ആ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സ്പേസ്, അല്ലെങ്കിൽ ഇപ്പോ തപസ് എന്ന് പറയുന്ന സ്പേസ്, ഇത് ഓരോരുത്തർക്കും ഉള്ളത് തന്നെയാണ്. ആ ഉള്ളത് അതിനകത്തേക്ക് വേറൊരാൾ കടന്നു കയറില്ല എന്നുള്ളത് കൊണ്ട് അതിനകത്ത് സ്വകാര്യതയുണ്ട്. അപ്പൊ ഇതിന് മാത്രമാണ്. അതിപ്പോ ഞാനൊരാൾ തപസ് ചെയ്യുന്നു, എന്റെ തപസ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ളതാകാം, ഒരു ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിലാകാം, ഏതെങ്കിലും ഒരു കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയിലാകാം. അത്തരത്തിലുള്ള ഏത് കർമ്മപരമായ പ്രവർത്തനങ്ങളും അത് നിരന്തരമായി ചെയ്യുന്നതിനാണ് തപസ് എന്ന് പറയുന്നത്. ആ തപസ്സിലും ഒന്നും വ്യത്യസ്തതകൾ ഉണ്ടാവില്ല, ശല്യങ്ങൾ ഉണ്ടാവില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ നിലകൾ തുടരാം. പക്ഷെ ആരും അതിനെ നീക്കാൻ വരില്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും അവരവരുടെ നില തുടരുന്ന സമയത്ത് ഇതെല്ലാം തന്നെ വ്യക്തിനിഷ്ഠമാണെന്ന് വേണേൽ പറയാം. പക്ഷേ ഇവിടെ വിശ്വാസങ്ങൾ, ആധാരങ്ങൾ, അഭികേന്ദ്രത്വം ഇതെല്ലാം തന്നെ പൊതുവായതുകൊണ്ട് ഇവയ്ക്ക് സമാനതകളാണ് ഉണ്ടാവുക. വ്യത്യസ്തതകളാണെന്ന് പറയുമ്പോൾ പോലും സമാനതകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇത് ഒരു വഴിക്ക് പോവുകയാണ് ചെയ്യുക. നമ്മൾ പറയില്ല, ഒരു നടക്ക് പോലെ, ഒരു വഴിക്ക് പോലെ. ഇത് ഒരു വഴിക്ക് പോകും. ഗോത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു വഴിക്ക് പോകും. ഒരു സുസ്ഥിര വ്യവസ്ഥയുടെ ഘടകങ്ങൾക്കിടയിൽ പൊതു സ്വഭാവങ്ങളാണ് കൂടുന്നതെങ്കിൽ ആ വ്യവസ്ഥ നല്ലപോലെ നിലനിൽക്കും. ഇപ്പൊ നമ്മുടെ ഒരു കൂട്ടായ്മയിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തില് 4 പേരുണ്ടെങ്കിൽ ആ 4 പേരും പൊതു സ്വഭാവമുള്ളവരും പൊതു ലക്ഷ്യമുള്ളവരുമാണെങ്കിൽ ആ വ്യവസ്ഥ ആ പൊതുവായ വഴിയിലേക്കാണ് പോവുക. അവിടെ വിട്ടുപോകാനുള്ള ഒരു സാധ്യതയില്ല. നമ്മുടെ ലക്ഷ്യം അതാണ്. ലക്ഷ്യത്തിലെത്തുന്നവരെ നമ്മൾ ഒരുമിച്ചാണ് പോവുക. ലക്ഷ്യത്തിലെത്തിയാലും തുടരുന്നതാണെങ്കിൽ നമ്മൾ പിന്നെയും ഒരുമിച്ചാണ് പോവുക. അതേസമയം സമൂഹത്തില് ഈ വിഭിന്നതകൾ കൂടുകയാണെങ്കിൽ, അതിൽ ഈ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ ട്രൈബിലുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തമ്മിലുള്ള വിഭിന്നതകൾ കൂടുന്ന സമയത്ത് അത് ഛിദ്രമായി പോകാനുള്ള
വിസ്ഫോടനാത്മകമായി പോകുവാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പൊതുവായത് അധികവും വിഭിന്നതകൾ കുറഞ്ഞതുമായ ഗോത്ര സമൂഹം. ശ്രദ്ധിക്കുക, വിഭിന്നതകൾ കുറവ്, പൊതുവായത് അധികം, അങ്ങനെയാണ് ഗോത്രങ്ങൾ ഉണ്ടാവുക. ആ ഗോത്ര സമൂഹത്തിനാണ്, അറിവിന്റെ ജൈവികതയ്ക്കാണ്, പൊതു മാനസികതയാണ് ജീവിത സുസ്ഥിരത ഉണ്ടാകുക. അവിടെ ആ ഗോത്ര സമൂഹം എന്ന് പറയുന്നത് പൊതുവിശ്വാസം ഉണ്ടായിരിക്കും, പൊതുവായ ഓറിയന്റേഷൻ അല്ലെങ്കിൽ അഭികേന്ദ്രത്വം ഉണ്ടായിരിക്കും, പൊതുവായ ലക്ഷ്യമുണ്ടായിരിക്കും, പൊതുവായ അറിവുണ്ടായിരിക്കും, പാരമ്പര്യത്തിന്റെ ആ ഒഴുക്കുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. ഇതെല്ലാം പൊതുവായിട്ട് തപസ്സിന്റെ കാര്യത്തില്, നിൽക്കുന്ന ഇടത്തിന്റെ കാര്യത്തില് മാത്രം, നിൽക്കുന്ന ഇടം എന്ന് വെച്ചാൽ വാസസ്ഥാനം എന്നല്ല പറഞ്ഞിട്ടു, നിൽക്കുന്ന ഇടം, അപ്പോൾ നിൽക്കുന്ന ഇടം, അവിടെ മാത്രം, അതിൽ മാത്രം വ്യത്യസ്തത. ഈ വ്യത്യസ്തത പ്രകൃതി അനുവദിക്കുന്നതല്ലേ? എല്ലാ വിഭവങ്ങൾക്കും പ്രകൃതി അനുവദിക്കുന്നുണ്ടല്ലോ. ആ പ്രകൃതി അനുവദിച്ചു കൊടുത്തുള്ള വ്യത്യസ്തതയെ ഒഴിച്ചു ബാക്കിയെല്ലാം പൊതുവായി നിലനിർത്തുന്ന ആ ഒരു സ്വഭാവം ഗോത്രത്തിനുണ്ടാവും. ആ ഗോത്ര സംവിധാനത്തിനാണ്, ആ ഗോത്രപരമായ ജൈവതയ്ക്കാണ്, ആ ഗോത്രത്തിന് ഉണ്ടാകുന്ന പൊതുമാനസത്തിനാണ് ജീവന കാര്യത്തിൽ സുസ്ഥിരത ഉണ്ടാവുക. അല്ലാത്തവർക്ക് സുസ്ഥിരത ഉണ്ടാവില്ല. സുസ്ഥിരത എന്നുള്ളത് വിസ്ഫോടനാത്മകമായി പോവുകയും അത് പിന്നീട് എന്താണ് എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ ഛിദ്രമായി പോവുകയും ചെയ്യും. ആ വഴിക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നവനാഗരികതയിലൂടെ കടന്നുപോയി ന്യൂ നോർമലിലൂടെ കടന്നുപോയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വഴിക്കാണ്. അതിൽ നിന്നും പകരം സുസ്ഥിരതയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഗോത്ര സ്വഭാവത്തിലേക്ക് തിരിച്ചു വരണം. ഏതാണ്ട് ഇസ്മായിലൊക്കെ ഈ വഴിക്കാണ് സംസാരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആ ഗോത്ര അവസ്ഥയിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നിയോ ട്രൈബലിസം എന്നുള്ളൊരു ആശയത്തെ ഇസ്മായിലിൽ നിന്നൊക്കെ കടമെടുത്തിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോ ഗോത്രം എന്ന് പറയുന്ന സംവിധാനത്തിന് പൊതുവായത് അധികവും വിഭിന്നമായത് കുറവുമാണ്. ആധുനിക സമൂഹത്തിൽ, വ്യക്തിഗത സമൂഹത്തിൽ എത്ര വ്യക്തികളുണ്ടോ ആ വ്യക്തിയുടെ ക്യാരക്ടർ എത്രത്തോളം കാലം ജീവിക്കുന്നോ അത്രയും കാലത്തിനനുസരിച്ച് ഒരു വ്യക്തിയിൽ തന്നെ വിഭിന്നതകൾ എത്രയോ ഉണ്ടാവും. മൂഡ് സ്വിങ്ങിനനുസരിച്ച് വ്യതിരിക്തതകൾ ഉണ്ടാവുന്നു. ഈ വ്യത്യസ്തതകൾ അവിടെ നിലനിൽക്കുമ്പോൾ എത്ര വ്യക്തികളുണ്ടോ അതിലും അധികമായിട്ടുള്ള വ്യത്യസ്തതകൾ നിൽക്കുന്ന സമയത്ത് അവയ്ക്ക് ഏകീഭാവത്തിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇവരെല്ലാം അവശേഷിക്കുന്ന പഴയ ഗോത്രത്തിന്റെ, ജാതിയുടെ, മതത്തിന്റെ ഒക്കെ ഏതൊക്കെയോ വേരുകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇവർ ഛിദ്രമാകാതെ ഏകീകൃതമായിട്ട് നിൽക്കുന്നത്. അപ്പോ നമുക്ക് സുസ്ഥിര ജീവന സമൂഹം ഉണ്ടാകണമെങ്കിൽ വേണ്ടത് ഗോത്രാവസ്ഥയാണ്. നമുക്കിനി അങ്ങനെ ഒരു ഗോത്രത്തിലേക്ക് പോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് പുതിയ ഗോത്രം എന്ന് പറയുന്നത്. പുതിയൊരു ഗോത്രാവസ്ഥയാണ്. ഈ ഒരു മനോതലത്തിലേക്ക്, ഏകീ മാനസത്തിലേക്ക് ചെന്നാൽ മാത്രമേ നമുക്ക് സുസ്ഥിരതയെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ പാഠം. ഇത് ബോധ്യപ്പെടാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.